ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരും അക്കൗണ്ടന്റ് ജോലി നോക്കുന്നവരൊക്കെ നിങ്ങൾ ഡെയിലി ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ അക്കൗണ്ട്സ് റിസീവബിൾസ് എന്നത്. ഡെപ്റ്റേഴ്സ്, നമ്മുടെ കമ്പനിയിലുള്ള ഡെപ്റ്റേഴ്സിന്റെ വാല്യൂ എല്ലാ ദിവസവും നോക്കുക. ഏതെങ്കിലും ബില്ല് പെൻഡിങ് ആയിട്ടുണ്ടോ, ഓവർ ഡ്യൂ ആയിട്ടുണ്ടോ, നമ്മൾ കൊടുത്ത ക്രെഡിറ്റ് പീരീഡ് കഴിഞ്ഞിട്ടും അവരുടെ അടുത്ത് പൈസ കിട്ടാൻ പെൻഡിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ പൈസ കിട്ടാൻ പെൻഡിങ് ഉണ്ട്, നമ്മൾ കൊടുത്ത ക്രെഡിറ്റ് പീരീഡ് ഒക്കെ കഴിഞ്ഞു, എന്നിട്ടും അവർ പൈസ തരുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് സെയിൽ ചെയ്യണ്ട കേട്ടോ. പിന്നെയും നമ്മൾ സെയിൽ ചെയ്ത് പോയാൽ ചിലപ്പോൾ അത് ബാഡ് ഡെപ്റ്റിലേക്കൊക്കെ പോവാം. അവർക്ക് നമ്മളൊരു സമയം കൊടുത്തിട്ടുണ്ട്, ആ ടൈമിൽ പിന്നെ അവരുടെ കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവർ നമുക്ക് പൈസ തരുന്നില്ല ടൈമിൽ, നമ്മൾ സ്റ്റോപ്പ് ചെയ്തേക്കുക. പിന്നെ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഓവർ ഡ്യൂ ഏതെങ്കിലും ബില്ല് ഓവർ ഡ്യൂ ആയിട്ടുണ്ടോ എന്ന് ഡെയിലി ചെക്ക് ചെയ്യുക. കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ പൈസ വാങ്ങിയെടുക്കുക. നമ്മൾ സെയിൽ ചെയ്താൽ നമ്മുടെ കമ്പനിക്ക് കിട്ടേണ്ട പൈസയാണ്. അത് നമ്മൾ കൊടുത്ത ക്രെഡിറ്റ് പീരീഡ് എത്രയുണ്ടോ ആ ക്രെഡിറ്റ് പീരീഡിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ എന്തെടുക്കാൻ ശ്രമിക്കുക, വാങ്ങിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് പുതിയ അക്കൗണ്ടന്റുമാരൊക്കെ ആവും പെട്ടെന്ന് ആ ട്രാക്കിൽ കയറുമ്പോഴത്തേക്ക് കുറെ ആളുകൾ പൈസ തരാൻ പെൻഡിങ് ആയി പോകും. വലിയ എമൗണ്ട് ആയാൽ ചിലപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് പൈസ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, മുന്നേ തന്നെ ഒരു ജോലിക്ക് നിങ്ങൾ കയറുമ്പോൾ തന്നെ ഡെപ്റ്റേഴ്സിന്റെ ലിസ്റ്റൊക്കെ എടുത്ത് നോക്കുക. ഓവർ ഡ്യൂ ഉണ്ടോ നോക്കുക. ഓവർ ഡ്യൂ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, എല്ലാം നിങ്ങളൊന്ന് ക്ലിയർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക. ആദ്യം നിങ്ങൾ ഈ ഡെപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് കറക്റ്റ് ക്ലിയർ ചെയ്യുക കേട്ടോ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആരെങ്കിലും നമ്മുടെ ഈ ഒരു പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം. ഓക്കെ, ശരി.